ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. യുഡിഎഫിന്റെ പ്രവർത്തകർ ആവേശം കൊണ്ടും അത്യുത്സാഹം കൊണ്ടുമാണ് ചുമരുകളിൽ മുൻകൂറായി നിലവിലെ എംപിയുടെ പേര് സ്ഥാനാർത്ഥിയായി എഴുതി വെച്ചതെന്ന് ടി.എൻ. പ്രതാപൻ എം പി. യുഡിഎഫിന്റെ പ്രവർത്തകന്മാർ അവരുടെ ആവേശം കൊണ്ടും അത്യുത്സാഹം കൊണ്ടും ചുവരുകളിൽ മുൻകൂറായി നിലവിലുള്ള എംപിയുടെ പേര് എഴുതി വെക്കേണ്ടായി സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ഞാനത് കർശനമായി നിർദ്ദേശം കൊടുത്ത് ആ ചുവര് എഴുതിയത് പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പേര് മാറ്റണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നതായി അദ്ദേഹം പറഞ്ഞു. യുഡിഎഫ് പ്രവർത്തകർ സ്വന്തം കയ്യിൽ നിന്ന് പൈസയെടുത്ത് പെയിന്റും ബ്രഷും വാങ്ങി അവർ തന്നെ ചിഹ്നം വരച്ചും കോൺഗ്രസ് വരും, ഇന്ത്യ നിലനിൽക്കും, നമ്മുടെ വോട്ട് ഇന്ത്യക്ക് എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതുന്നതിനിടയിൽ ആവേശം കൊണ്ടാണ് ചിലർ സ്ഥാനാർത്ഥിയുടെ പേരെഴുതിയത്. AICC ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരാൾ സ്ഥാനാർത്ഥിയാവുകയുള്ളൂവെന്നും പ്രതാപൻ പറഞ്ഞു. സ്വാഭാവികമാണ്. പ്രവർത്തകന്മാർ, യുഡിഎഫിന്റെ പ്രവർത്തകന്മാർ ഒരു കട്ടൻ ചായ പോലും അവർ വേറെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാതെ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് അവർ പെയിന്റ് വാങ്ങി, ബ്രഷ് വാങ്ങി അവർ തന്നെയാണ് ചുവരുകളിൽ ചിഹ്നം വരച്ചും പിന്നെ കോൺഗ്രസ് വരും, ഇന്ത്യ നിലനിൽക്കും, നമ്മുടെ വോട്ട് ഇന്ത്യക്ക് എന്ന രീതിയിലുള്ള സ്ലോഗങ്ങൾ എഴുതി വെക്കുന്നത്. ആ കൂട്ടത്തിൽ ആവേശം കൊണ്ട് ചിലർ സ്ഥാനാർത്ഥിയുടെ പേരെഴുതി. AICC ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴേ ഒരാൾ സ്ഥാനാർത്ഥിയാകുള്ളൂ. ഞാൻ സിറ്റിംഗ് എം പി ഏതായാലും ആർക്കും ഇപ്പോൾ മാറ്റാൻ വേണ്ടി പറ്റില്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, അത് AICC പ്രഖ്യാപിക്കും. അപ്പോഴല്ലാതെ ആരും പേരെഴുതിയത് ഞങ്ങൾ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.